ഓരോ ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ അവസാനത്തിൽ നമ്മൾ അവരെ ഒരിക്കലും വിശ്വസിക്കില്ല. അതായത് അവർ നമ്മളോട് ചെയ്തിട്ടുള്ള ഓരോ ചതിയും വഞ്ചനയും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. നമ്മൾക്ക് ഒരിക്കലും വീണ്ടും അവരെ വിശ്വസിച്ച് കൂടെ നിൽക്കാനോ മുന്നോട്ട് പോകാനോ സാധിക്കാത്ത ഒരവസ്ഥ വരും. ഓരോ ഹാർട്ട് ബ്രേക്കാണ് ഓരോ റിലേഷൻഷിപ്പിന്റെ അവസാനം എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. നമ്മൾ അവരെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതാണ് എക്സാക്ട്ലി കറക്റ്റ്. അവരെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നില്ലയോ അത്രത്തോളം നിങ്ങളുടെ സെൽഫ് ട്രസ്റ്റും കൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതാണ് ഒരു ടോക്സിക് അല്ലെങ്കിൽ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം. ഇതാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തുന്ന വലിയ ഒരു പ്രശ്നം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. സെൽഫ് ട്രസ്റ്റ് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ഇത് എങ്ങനെ റീബിൽഡ് ചെയ്ത് എടുക്കാം എന്നതിനെ കുറിച്ച്. ചാനലും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇതിന്റെ ഒരു ഡീപ്പ് ട്രൂത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്നത് അവരെന്നെ വേദനിപ്പിച്ചു എന്നുള്ളതായിരിക്കും. ഇതായിരിക്കും ഒരു മെയിൻ തോട്ട്. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആവുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണിത്. പ്രത്യേകിച്ച് ഇതൊരു നാർസിസിസ്റ്റ് അല്ലെങ്കിൽ ടോക്സിക് പേഴ്സൺ ആകുന്ന സമയത്തുള്ള മാറ്റം, അവർ നമ്മളോട് ചെയ്തിട്ടുള്ള ഓരോ ചതിയും ഓരോ അബ്യൂസും നമ്മൾ സ്വയം അവോയ്ഡ് ചെയ്തു. നമ്മളത് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്തില്ല. നമ്മൾ അവരുടെ അടുത്തു നിന്ന് നേരത്തെ മാറി നിന്നില്ല. അവർ ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്തു കൊടുത്തു. ഇങ്ങനെ പല ചോദ്യങ്ങളും സ്വന്തം മനസ്സിലും ഉണ്ടാവും. ഇവിടെയാണ് ഓരോ പ്രശ്നങ്ങളുടെയും തുടക്കം. ഈയൊരു സെൽഫ് ഡൗട്ട് കാരണം നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒരു സെൽഫ് ഡൗട്ടിന്റെ ഘോഷയാത്ര തന്നെയായിരിക്കും നിങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്നത്. ഈ തെറ്റ് ഞാൻ ചെയ്തതാണോ, എൻ്റെ മിസ്റ്റേക്ക് കാരണമാണോ ഇതെല്ലാം സംഭവിക്കുന്നത്, ഇനിയും എൻ്റെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കാണോ, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണോ, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണോ ഇത്രയും വലിയ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ, ഇങ്ങനെ തുടങ്ങി നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ചോയ്സുകൾ എടുക്കാനുള്ള കപ്പാസിറ്റി, നിങ്ങളുടെ എല്ലാവിധ ജഡ്ജ്മെന്റൽ പവേഴ്സും നിങ്ങൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. ഇത് ഒരു സെൽഫ് ഡൗട്ടിലേക്ക് കംപ്ലീറ്റ്ലി സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ഇത് നല്ല രീതിയിൽ ബാധിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വീക്ക് ആയത് കൊണ്ടല്ല ഇങ്ങനൊരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എന്നാണ്. നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങളുടെ എമ്പതിയും നല്ല സ്വഭാവ രീതിയും വെച്ച് നല്ല പെരുമാറ്റത്തിലൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തും അഡ്ജസ്റ്റ് ചെയ്തും അക്സെപ്റ്റ് ചെയ്തും ഈ ഒരു പ്രശ്നങ്ങൾ തീർക്കാനും ആ ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിയിലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുകയായിരുന്നു നിങ്ങൾ. ആ രണ്ട് തീരുമാനങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ ആ ഒരു ആളുമായിട്ട് ജീവിക്കാനും ഒരു സന്തോഷം തിരഞ്ഞെടുക്കാനും വേണ്ടി മാത്രം ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തതാണ്, അല്ലാതെ ഒരാളെ വേദനിപ്പിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. പിന്നെ ഈ ഒരു സെൽഫ് ഡൗട്ട് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം തുടങ്ങുന്ന ഒന്ന് മാത്രമല്ല. ഒരു ടോക്സിക് അല്ലെങ്കിൽ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ഇമോഷൻസോ പ്രശ്നങ്ങളോ നിങ്ങൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ തന്നെ അവരൊരിക്കലും നിങ്ങളുടെ ഇമോഷൻസ് അക്സെപ്റ്റ് ചെയ്യില്ല. അത് ചോദ്യം ചെയ്തും മാനിപ്പുലേറ്റ് ചെയ്തും ഗ്യാസ് ലൈറ്റ് ചെയ്തും നിങ്ങളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ അബ്യൂസും ഈ സെൽഫ് ഡൗട്ടിന്റെ കാരണം തന്നെയാണ്. നിങ്ങളുടെ റിയാലിറ്റി ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മാനിപ്പുലേഷൻ ടാക്ടിക്. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം.
ഈ ഒരു സെൽഫ് ഡൗട്ട് കാരണം നിങ്ങൾക്കുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള സമയം കണ്ടെത്തണം. സോ ഈ ഒരു ടോക്സിക് എൻവിറോൺമെന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സെൽഫ് ഡൗട്ട്, നിങ്ങളുടെ ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റ് മുഴുവനും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തിവെച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്വഭാവ രീതി മാറ്റിയെടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഇത് ഭയങ്കര തിയററ്റിക്കൽ എക്സ്പ്ലനേഷനും ഒന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ചൊരു പ്രാക്ടിക്കൽ വൈസ് സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണ് കുറച്ചായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്ന് നോക്കാം. ഈ ഒരു സാഹചര്യങ്ങൾ എപ്പോഴും, ഞാൻ പറയുന്ന ഓരോ സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ചെറിയ ഒരു എക്സാമ്പിൾ ആണെങ്കിലും അത് വലിയ ഒരു സാഹചര്യത്തിനും സ്യൂട്ടബിൾ ആയിരിക്കും. അത് ആ ഒരു സാഹചര്യം മാറ്റി മാറ്റി നോക്കിയാൽ മാത്രം മതി. ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് സ്വയം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ചെറിയ തീരുമാനങ്ങൾ. എങ്ങോട്ട് യാത്ര പോവാം, എന്ത് ഭക്ഷണം കഴിക്കാം, എന്ത് വസ്ത്രം ധരിക്കാം, എന്ത് കളർ ഉപയോഗിക്കാം, എന്ത് ടൈപ്പ് വാച്ച് ഉപയോഗിക്കാം, ഏത് ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം മറ്റൊരാളുടെ വാലിഡേഷൻ ഇല്ലാതെ സ്വയം തീരുമാനമെടുക്കുക. ഈ എടുത്ത തീരുമാനം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഇതിൽ മറ്റുള്ളവരുടെ വാലിഡേഷനും കമൻറ്റുകളും മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇതാണ് എൻ്റെ ഇഷ്ടം, ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാണ്, ഞാൻ ഇതുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഉറച്ചു തീരുമാനിച്ച് മുന്നോട്ട് പോയി ശീലിക്കുക. ഇത് വളരെ ചെറിയ നിസാര തീരുമാനങ്ങളിൽ തുടങ്ങുക. ഓരോ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നത് എന്ന് ഓർക്കുക. ഒറ്റയടിക്ക് എടുത്തു ചാടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് പെട്ടെന്ന് ശരിയാവണം എന്ന് ചിന്തിക്കരുത്. ഇത് കുറച്ച് കാലം കൊണ്ട് ഉണ്ടായിപ്പോയിട്ടുള്ള ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഒരുപാട് കാലത്തെ, ഒരുപാട് വർഷങ്ങളുടെ ഇമ്പാക്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ പതിയെ പതിയെ മാത്രമേ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തീരുമാനങ്ങൾ എടുത്ത പോലെ തന്നെ പൂർണ്ണമായിട്ടും മറ്റുള്ളവരുടെ വാലിഡേഷന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഒരു കാരണം, ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഓരോ ബിഹേവിയർ, ഓരോ തീരുമാനങ്ങളും മറ്റൊരു കാരണവുമില്ലാതെയാണ് നിങ്ങളുടെ ആ ഒരു ടോക്സിക് പാർട്ട്ണർ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ അയാൾക്ക് ഒരു കാരണവും കൊടുത്തിട്ടില്ല. നിങ്ങൾ അയാളെ ചതിച്ചിട്ടില്ല. നിങ്ങൾ അയാളോട് ഒരു നെഗറ്റീവായിട്ടുള്ള സ്വഭാവവും അയാളെ വേദനിപ്പിക്കാനോ പറ്റിക്കാനോ വേണ്ടി ചെയ്തിട്ടില്ല. എന്നിട്ടും അയാൾ നിങ്ങളെ ജഡ്ജ് ചെയ്തതാണ്. സോ ആ ജഡ്ജ്മെന്റ്, ആ ഒരു വാലിഡേഷൻ ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. ആര് എടുത്തു പിടിച്ച് നിങ്ങളുടെ ജീവിതം വാലിഡേറ്റ് ചെയ്യാൻ വന്നാലും അയാളെ പൂർണ്ണമായിട്ടും അവഗണിക്കണം. ആര് പറയുന്നു നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് ഒരാളെ കേൾക്കുന്നതും അത് അക്സെപ്റ്റ് ചെയ്യുന്നതും അത് തലയിൽ കയറ്റി വെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരാളെ വേണമെങ്കിൽ ജസ്റ്റ് ലിസൺ ചെയ്യാം. കേട്ടിട്ടില്ലേ, ഇതിലെ കേട്ട് ഇതിലെ വിടുക എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാം. പക്ഷെ അയാളുടെ വാലിഡേഷൻ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ കയറ്റി വെക്കരുത്. ആ വാലിഡേഷൻ അനുസരിച്ച് നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം വരുത്താനും പാടില്ല. നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുന്നത്, ഈ തീരുമാനം എങ്ങാനും തെറ്റായി പോയാലോ എന്നല്ലേ. ഇത് തന്നെയാണ് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. ഇവിടെ തീരുമാനം തെറ്റായി പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ഓരോ ചോയ്സുകളിലും തെറ്റുകൾ വരാനും ആ തെറ്റുകൾ തിരുത്തി വീണ്ടും പരിശ്രമിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതാണ് നിങ്ങൾ കാണാത്തത്. ഒരു മനുഷ്യനും പൂർണ്ണമായും പെർഫെക്റ്റ് ആയിട്ടും ജനിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവർക്കും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റി അതൊക്കെ തിരുത്തി
സ്വന്തം പരിമിതികളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ സാധാരണ മനുഷ്യർ. അപ്പോൾ ഇതിൽ ചെറിയ തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോയാൽ അങ്ങ് തെറ്റിപ്പോട്ടെ, അത് നമുക്ക് തിരുത്തി അതിലും ബെറ്ററായിട്ട് ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സോ തെറ്റിപ്പോയാലോ എന്നുള്ള ഒരു ചിന്ത ഇനി വേണ്ട. ഇനി ഇതിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പാസ്റ്റ് ആണ്. ഈ പാസ്റ്റ് ഈ കാര്യങ്ങൾ സംഭവിച്ചു പോയി, അല്ലെങ്കിൽ ഇത് സംഭവിച്ചതാണ് എന്നുള്ള റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ വിത്തൗട്ട് അറ്റാക്കിങ് യുവർ സെൽഫ്. ഇത് ഞാൻ കാരണം സംഭവിച്ചു പോയി, ഞാനൊരു മണ്ടനായിരുന്നു, ഞാനൊരു വിഡ്ഢിയായി പോയി, അല്ലെങ്കിൽ എനിക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റിയില്ല, ഇങ്ങനെ സ്വയം അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. എങ്ങനെ? അന്നെനിക്ക് അയാളെ അറിയില്ലായിരുന്നു, പക്ഷെ ഇന്നെനിക്ക് അയാളെ മനസ്സിലായി. അതൊരു അപ്ഗ്രേഡാണ്. മനസ്സിലായോ? ആദ്യം നിങ്ങൾക്കൊരു നോളജ് കുറവുണ്ടായിരുന്നു, ആ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെട്ടു, അയാളിൽ നിന്ന് നിങ്ങൾക്കൊരു പരീക്ഷണം നേരിട്ടു, അതിൽ നിന്ന് നല്ല ഒരു നോളജ് നിങ്ങൾ നേടിയെടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് അയാളെ അറിയാം. അതുപോലെ ഏതൊരാൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും അയാളെ മനസ്സിലാക്കാനും അയാളെ അകറ്റി നിർത്താനുമുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. ഇതാണ് അപ്ഗ്രേഡ്. ചിന്തയിൽ വരുന്ന ചെറിയ മാറ്റത്തിൽ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന കോൺഫിഡൻസ് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഒരു സെൽഫ് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന മാറ്റം എന്തായിരിക്കും? ആദ്യം ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ റെഡ് ഫ്ലാഗ്സ് ഒന്നും നോട്ട് ചെയ്യുന്നില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന തീരുമാനങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു, അയാളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു, ഒരു ചെറിയ സ്റ്റഡി പീരീഡ് കൊടുക്കുന്നു. അയാൾ ടോക്സിക് ട്രേറ്റ്സ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അയാളെ പതിയെ അകറ്റി നിർത്തുന്നു. നിങ്ങളുടെ സമാധാനമായിട്ടുള്ള ആ ഒരു ഹെൽത്തി ബൗണ്ടറി കൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ പുറത്തു നിന്ന് വന്ന ഒരാൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഒരു രീതിയിലും ഇമ്പാക്റ്റ് ചെയ്യാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ഹെൽത്തി ആയിട്ട് പോകാൻ നിങ്ങൾക്ക് വേണ്ടതും ഇത് തന്നെയാണ്. ഈ ഒരു തുടക്കത്തിലൂടെ നിങ്ങൾക്ക് വലിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. മുൻപ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല ലൈഫ്. ഈ ഒരു കോൺഫിഡൻസ് സിറ്റുവേഷനിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ്, കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റ് പറ്റില്ല എന്നല്ല. ഇനി എൻ്റെ ജീവിതത്തിൽ എന്തൊരു തെറ്റ് പറ്റിയാലും എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. എനിക്ക് ഏതൊരു വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് കോൺഫിഡൻസ്. ഇതാണ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. സോ ഈ ഒരു ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. സെൽഫ് ഡൗട്ടിൽ നിന്നും ഒരു സെൽഫ് റിയലൈസേഷനിലേക്കുള്ള നിങ്ങളുടെ യാത്ര വേഗത്തിൽ തന്നെ നടക്കും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. ചാനലും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.